നമസ്കാരം. വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള ആഭ്യന്തര കയറ്റിറക്കുമതി എക്സിം കാർഗോ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതിയായ മിഷൻ സമുദ്രയുടെ പ്രഖ്യാപനവും മുഖ്യമന്ത്രി നടത്തി. വിഴിഞ്ഞത്ത് നിന്നും കരമാർഗം ചരക്കുകൾ പുറത്തേക്ക് കടക്കുന്നതോടെ സമുദ്ര വ്യാപാര മേഖലയിൽ വിഴിഞ്ഞം പുതുചരിത്രം കുറിക്കുകയാണ്. കടലിൽ നിന്ന് കരയിലേക്ക് നേരിട്ടുള്ള ചരക്കു നീക്കം തുടങ്ങിയതോടെ വിഴിഞ്ഞമെന്ന പ്രാദേശിക മേഖലയിലും തൊഴിലവസരങ്ങളുടെ കേന്ദ്രമാകും ഇനി. വിഴിഞ്ഞത്ത് വൻ തൊഴിലവസരങ്ങളാണ് വരാൻ പോകുന്നത്. കാർഷിക, മത്സ്യ അനുബന്ധ ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതിനും വിഴിഞ്ഞത്തെത്തുന്ന കപ്പലുകളിൽ നിന്നുള്ള ചരക്കുകൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുമുള്ള സമുദ്ര വ്യാപാര ഹബ്ബായി വിഴിഞ്ഞം മാറും. വിഴിഞ്ഞത്തെ അനുബന്ധ പ്രാദേശിക കാർഷിക ഇടങ്ങളായ വെങ്ങാനൂർ, കോട്ടുകാൽ അടക്കമുള്ള തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക മേഖലകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ഇനി കടൽ കടക്കും. ലോകത്തിന്റെ ഏത് തുറമുഖത്തേക്കും ഇനി വിഴിഞ്ഞത്തു നിന്ന് എന്ത് സാധനങ്ങളും കയറ്റി അയക്കാം. രാജ്യത്തെ ഒരു തുറമുഖത്തും ഇല്ലാത്ത ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ തിരുവനന്തപുരത്തിനും കേരളത്തിനും അഭിമാനമെന്ന് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് MSC കയറ്റുമതി ചെയ്യുന്ന 2 കണ്ടെയ്നറുകളാണ് മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തത്. നിലമേൽ എക്സ്പേർട്ടിന്റെ ഭക്ഷ്യവസ്തുക്കൾ സ്പെയിനിലേക്കും ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ ഉൽപ്പന്നം ഇസ്താംബൂളിലേക്കുമാണ് കയറ്റുമതി ചെയ്യുന്നത്. കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാളും BJP MLA-മാരും തിരുവനന്തപുരം മേയർ വി രാജേഷും ചടങ്ങിൽ പങ്കെടുത്തില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. സംസ്ഥാന സർക്കാരിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ വന്ദേമാതരം ആലപിക്കാത്തതിൽ അതൃപ്തി പ്രകടമാക്കി BJP ചടങ്ങ് ബഹിഷ്കരിച്ചു. കേരളത്തെ പോർട്ട് നഗരമാക്കുന്നതിനാണ് മിഷൻ സമുദ്ര. നമ്മൾ ഉപയോഗപ്പെടുത്താത്ത ഒരു സാധ്യതയാണ് ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നത്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മുടെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇനി വിഴിഞ്ഞത്തു നിന്നും കയറ്റി അയക്കും. കൊച്ചിയിൽ നിന്ന് ക്രൂയിസ് ടെർമിനൽ തുടങ്ങുന്നതിനാവശ്യമായ സ്ഥലം ഏറ്റെടുത്തു നൽകാമെന്ന് സർക്കാർ കൊച്ചി തുറമുഖത്തെ അറിയിച്ചിട്ടുണ്ട്. 44 നദികളെ ബന്ധിപ്പിച്ച് റിവർ ടൂറിസം കേരളത്തിൽ വരും. മാരിടൈം മ്യൂസിയത്തിനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞു, UDF സർക്കാരാണ് വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കം കുറിച്ചതെങ്കിലും പിന്നീട് വന്ന പിണറായി സർക്കാരുകൾ വിഴിഞ്ഞത്തെ വികസനം ശക്തമാക്കി മാറ്റി. ഇപ്പോൾ വീണ്ടും UDF സർക്കാർ എത്തിയതോടെ വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് വേഗം കൂടിയിരിക്കുകയാണ്.